ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ എന്തിനാ ഈ കാട്ടിൽ പോകുന്നതെന്നല്ലേ. അപ്പോൾ നമ്മളുടെ പൂവുണ്ടാക്കാൻ ആവശ്യമുള്ളൊരു സംഭവം തപ്പി ഇറങ്ങിയതാണേ. ഇത് നമ്മളുടെ വീടിൻ്റെ പുറകിലുള്ള കാടാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടാന്ന്. ഞാനാണെങ്കിൽ UP-യിലാണേ. എൻ്റെ ഹസ്ബൻഡ് ഡിഫൻസിലായതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പേരിക്കകത്താണേ. അപ്പോൾ ഇവിടെ ഫുള്ള് കാടാണേ. ഇപ്പോൾ മനസ്സിലായോ, ഞാൻ ഈ വടി തപ്പി ഇറങ്ങിയതാണേ. നമുക്കൊരു നല്ല ചില്ലകളൊക്കെ തോന്നിക്കുന്ന വടി വേണേ. മയിലിൻ്റെ കണ്ടോ, ഇവിടെ ഫുൾ മയിലാണേ. അപ്പോൾ അതുപോലെ തന്നെ ഈ കറിവേപ്പില, ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ പിച്ചുന്നുണ്ട്, എന്തായാലും പോയതല്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് ശിഖരങ്ങളുള്ള ഒരു കമ്പാണ് ആവശ്യമായിട്ടുള്ളത്. അത്യാവശ്യം കട്ടി വേണം കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോവരുത്. ഇതിങ്ങനെ നിന്നോളും. അത്യാവശ്യം കട്ടിയായിട്ടുള്ളൊരു ഇതുപോലുള്ളൊരു കമ്പെടുത്താൽ ചീത്തയൊന്നും ആവില്ല കേട്ടോ, അങ്ങനെ നിന്നോളും. പിന്നെ ഇങ്ങനെ 3 ക്ലേ ആണ് എടുക്കുന്നത്. ഞാൻ ഒരു റെഡ് കളറും ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്. റെഡ് കളർ നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കിക്കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് റൗണ്ടിലൊന്ന് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതിയേ, വേറെ പണിയൊന്നുമില്ല. നമ്മളുടെ മിനിയേച്ചർ റോസാപ്പൂ ആയിട്ടുണ്ട്. കാണാനൊരു റോസാപ്പൂ, ഒരു ചെറിയ റോസാപ്പൂ പോകണൊക്കെ ഉണ്ട്. നല്ല രസമില്ലേ. ഞാൻ കുറേ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ കറക്റ്റ് റോസാപ്പൂ കേട്ടോ. നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്ന സൈസ് റോസാപ്പൂവാണേ, കണ്ടോ. അപ്പം ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ കുറേ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇലയാട്ടോ. ഇലയ്ക്ക് ഗ്രീൻ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ലീഫിൻ്റെ, എനിക്കങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം അതും കുറേ വേണം കേട്ടോ, കുറച്ച് വേണം. അപ്പം പിന്നെ ഞാൻ ഇങ്ങനൊരു സംഭവം ആക്കി എടുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫ്ലവറിൻ്റെ ഇങ്ങനെ താഴത്തെ ഒരു പോർഷൻ ഇല്ലേ, അതാണേ. നോക്കിയത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് ഒറിജിനാലിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഇത് വന്നില്ലേ, ആർട്ടിഫിഷ്യലാണെന്ന് തോന്നുമെങ്കിലും ഓക്കെയാണ്. കണ്ടാൽ നല്ല രസം തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ആക്കി എടുത്തു കൊടുക്കാവേ. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്കിത് ഈ ഒരു ചില്ലയിൽ ഒട്ടിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. പക്ഷെ കാണാൻ നല്ല ലുക്കാട്ടോ, ഫൈനൽ ലുക്ക് കിടിലാണ്. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ചില്ലയിലും ഓരോ പൂവിധം ഒട്ടിച്ചൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒട്ടിച്ചു കൊടുത്താൽ ഒരുപാട് ഭംഗിയാണ്. ഇച്ചിരി മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ചില്ലകളിൽ മാത്രമേ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണേ. മുട്ടുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഓവലാക്കി കൊടുത്താൽ മതി. പക്ഷെ ഞാൻ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. താഴത്തേത് കറക്റ്റ് സെയിം അതുപോലെ തന്നെയാണേ. പൂവിന് എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെയാണ്, സെയിം ആണ് മുട്ടിനും വെച്ച് കൊടുത്തത്. പിന്നെ ഇല ഇങ്ങനെ ഓരോ പൂവിൻ്റെയും താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ചെയ്യുന്ന മെനക്കേടായതുകൊണ്ട് വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. എത്ര ചെയ്ത് ഇലകൾ ഇങ്ങനെ വെക്കുന്നോ നല്ല ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. കണ്ട ഒരു നല്ല രസമില്ലേ കാണാൻ. ഓക്കെ, ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയില്ല കാണാൻ. ഇങ്ങനെ വെച്ചാലും ഒരു ഒറിജിനാലിറ്റി ഉണ്ടെങ്കിലും ഞാൻ പെയിൻ്റ് അടിച്ച് കൊളാക്കാമെന്ന് വിചാരിക്കുകയാണേ. ഞാൻ പെയിൻ്റ് അടിക്കുകയാണ്. ആ സ്റ്റെമ്മിലൊരു ഗ്രീൻ നിറം കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഇതിന് ചുമ്മാ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ട്, പൊളിയല്ലേ. എന്തായാലും വീട്ടിലൊക്കെ വയ്ക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.